പെനാങ്ങിലൊരു മെയിൻ അട്രാക്ഷൻ ആണ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ദി ടോപ്പ്. അത് ജോർജ് ടൗണിലാണ്. അപ്പോൾ അവിടെയൊക്കെ പലതരം പാക്കേജുകളുണ്ട്. അപ്പോൾ നമ്മളൊരു 5 ഐറ്റമുള്ളൊരു പാക്കേജ്, ഏകദേശം അതിൻ്റെ റേറ്റൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു 6th ഫ്ലോറിൽ അതിൻ്റെ ടിക്കറ്റിൻ്റെ സ്ഥലമുള്ള. അപ്പോൾ ഞാൻ ടിക്കറ്റ് നോക്കട്ടെ. ഇവിടെ ആളുണ്ട്. ഇതിൻ്റെ 6ാമത്തെ നിലയിലാണ് കേട്ടോ. ഇതിൻ്റെ ലോബി തന്നെ കിടക്കുന്നത്. താഴെയൊക്കെ ബിസിനസ്സുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ നേരെ പോയിട്ട് റൈറ്റ് സൈഡിൽ അതാ ഈ ലവിൻ്റെ അപ്പുറമാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റിംഗ് ആൻഡ് കൗണ്ടർ കാഷ്യർ. ഓക്കെ. അപ്പോൾ ടോപ്പ് 5 എന്ന് പറഞ്ഞാൽ അതിന് പെർ ഹെഡ് 88 റിങ്കറ്റ്, കുട്ടികൾക്ക് 68 കേട്ടോ. അപ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 88 × 24.5 ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കിട്ടും. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടോ ഏകദേശം നമ്മളൊരു 2200 പെർ ഹെഡ് വരും. കുട്ടികൾക്കാകുമ്പോൾ അതിൽ കുറച്ച് കുറയും, ഒരു 500 കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വൈബ് സ്ഥലത്താണ് കേട്ടോ അത്. പിന്നെ ഇവിടെ നമുക്ക് ടോപ്പിലേക്ക് പോകണം. നല്ല ബഹളമയാണ്. പക്ഷെ ആ ബഹളമായ ഒന്നും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എപ്പോഴും ഏത് റെക്കോർഡ് ചെയ്താലും അപ്പോൾ അതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് കാണിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലെവൽ 68ലേക്കാണ് കേട്ടോ. 68ലാണ് നമ്മളെ റെയിൻബോ സ്കൈ വാക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാൻഡ് തരും കേട്ടോ ടിക്കറ്റ് എടുത്താൽ. അപ്പോൾ ആ ബാൻഡ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഉള്ളിൽ കയറണം. ഇത് മെൽവിൻ അതാ സ്കാൻ ചെയ്തിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല കേട്ടോ. ഇവിടെ ബ്ലാങ്കിൽ നിർത്തിയിട്ട് നമ്മൾ ടോപ്പിൽ പോയിരിക്കുന്ന മാതിരിയുള്ള ഫോട്ടോ കിട്ടും. അങ്ങനെ നമ്മൾ 68ാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റിലെത്തിയിട്ടോ. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലോർ 65ലെത്തിയിട്ടോ. 65ൻ്റെ അകത്താണ് ഒബ്സർവേഷൻ ഡെക്കുള്ളത്. അതിൻ്റെ അടുത്താണ് ആൾ. വാ, വല്ലാത്തൊരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ഇതിപ്പോൾ എല്ലാ കൺട്രിയിലും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പ് കയറുന്നുള്ളൊരു പരിപാടി. അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. നമ്മൾ ഹോട്ടലിൽ ഇവിടെ നേരത്തെ കാണുന്നുണ്ടോ? അയ്യോ എന്തൊക്കെയാണ് ഇപ്പം. ഇത്ര ഒരു വെയിലിൻ്റെതോ എന്തോ ആണെന്ന് അറിയില്ല. ഒരു ചെറിയൊരു മങ്ങലും മൂടലൊക്കെ ഉണ്ട് കേട്ടോ. വളരെ അഡ്വഞ്ചറായത് രസകരമായ ഒരു വാക്കിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ബെൽറ്റൊക്കെ ധരിച്ചു മെൽവിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ ഈ ഒരു വാക്കിൽ അവിടുത്തെ ഒരു ഗൈഡും വരും. ഗൈഡാണ് ഇപ്പോൾ മെൽവിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്കൈ ബ്രിഡ്ജ് കയറിയിട്ടോ. സ്കൈ ബ്രിഡ്ജിലാണ് ഇപ്പോൾ ഉള്ളത്. വെച്ചാൽ ബിൽഡിങ്ങായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിൻ്റെ പുറത്തേക്ക് കണ്ടില്ല നിങ്ങൾ. ഇതിൻ്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ പുറത്തുകൂടി ആയിട്ടുള്ളൊരു പാലമാണ്. അവിടുന്ന് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് യാതൊരു മറയില്ലാതെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. 13.5 കിലോമീറ്റർ ലെങ്ത്തുള്ള പിനാങ്ങിലെ പഴയ ബ്രിഡ്ജാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഫോഗ് ആയതുകൊണ്ട് അത് അത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഇതിലും വലിയൊരു ബ്രിഡ്ജുണ്ട്, അതൊക്കെ മൂടി കിടക്കുകയാണ്, ഇപ്പോൾ നമുക്ക് കാണില്ല. അത് 23 കിലോമീറ്റർ 24 കിലോമീറ്റർ ലെങ്ത്ത് ഉണ്ട് ആ ബ്രിഡ്ജിന്. പക്ഷെ ഒന്നും കാണില്ല നമ്മൾ ഇവിടുന്ന്. ഇപ്പോഴത്തെ എന്തൊരു ഫോഗ് അന്തരീക്ഷം ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇനി ഇവിടുത്തെ താഴെ അങ്ങാടികൾ തന്നെയാണ് നന്നായിട്ട് കാണുന്നത് നമ്മൾ കേട്ടോ. പല പല സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ട് കാണും. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ വലുത് കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയുള്ള യാത്ര തുടങ്ങി കേട്ടോ. രജിത നമ്മളെ കൂടെ പോന്നിട്ടില്ല. പുള്ളിക്കാരത്തി പുറത്തുനിന്ന് നമ്മളെ ലഗേജൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഗൈഡ് കൂടെ ഉണ്ടാവും. പിന്നെ ഒരു ഭാഗത്ത് ഇതേമാതിരി നെറ്റ് ഇട്ടുകൊണ്ട് അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. എന്നാലും താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലൊന്ന് കാളും. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ മൊത്തം കറുപ്പ് കണ്ടപ്പോൾ നോക്കിയതാട്ടോ. അപ്പോൾ സോളാർ പാനലുകളാണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മൊത്തം ആവശ്യം ചിലപ്പോൾ ആ ഒരു പാനലോട്ട് നടക്കും. ഇവിടെ നോക്കിയാൽ റെസിഡൻഷ്യൽ, ഇത് റെസിഡൻഷ്യൽ ഏരിയ. ഇപ്പോൾ വീടുകൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് മാൾ. ഈ കാണുന്ന ഇത് ഈ ബ്ലാക്ക് സോളാർ പാനൽ വെച്ചത് ഷോപ്പിംഗ് മാൾ കേട്ടോ. അതിൻ്റെ അടുത്തത് ഇവിടെ വേറെ റൗണ്ട് കാണില്ലേ, അത് ഷോപ്പിംഗ് മാൾ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കയറാം നമുക്ക്. ഓക്കെ.
അപ്പോൾ പോർട്ടത് കാണുന്ന അപ്പുറം. ഇതിൽ എത്ര ഉണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. പോർട്ടാണ് നേരെ അപ്പുറം കാണുന്നത്. ഷിപ്പുകളൊന്നും വലിയ ഷിപ്പുകളൊന്നും കാണുന്നില്ല. അവിടെ ഒരു ഷിപ്പ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വാ, നമ്മൾ ഒരുപാട് ഇതേമാതിരി ഹയസ്റ്റ് ബിൽഡിങ്ങുകളൊക്കെ കയറിയാലും ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു സംഭവം കേട്ടോ. ഇത്ര വേറെ എവിടെ നിന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ ബുർജ് ഖലീഫയിൽ പോയാൽ തന്നെ നമുക്ക് പുറത്തുകൂടി നടക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വേലിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തുകൂടിയുള്ള ആ നടത്തവും കൂടി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് സ്ഥലം കേട്ടോ ഇത്. ഇതാണ് ഇനി സ്കൈ വാക്ക്. യെസ്, ഇതിനേക്ക് സ്കൈ വാക്ക്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി സ്ഥലമില്ലല്ലോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കാറ്റ് കൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടി ആയിരിക്കും അല്ലേ. ഇതൊക്കെ ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഭയങ്കര പരിപാടികൾ. തെങ്ങും ആളും ഒക്കെ ആയിട്ട് അടിപൊളി വ്യൂ. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. വാ, ആ റെയിൻബോ സ്കൈ വാക്ക് ഇവിടെ കേട്ടോ ഉള്ളു. അതാ മക്കളെ, ഗ്ലാസ് ബ്രിഡ്ജാണ് റെയിൻബോ സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുക, അപ്പുറത്തോടി കറങ്ങി ഇങ്ങോട്ട് കയറുക. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി സ്ഥലമില്ല. ഇത് കണ്ടില്ലേ, ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം അത്. അപ്പോൾ അതിൻ്റെ മഴവിൽ നടത്താണ് മക്കളെ ഇതിൻ്റെ മുകളിൽ കൂടി ഉള്ളത്. എൻ്റെ അമ്മച്ചോ, ചെറുങ്ങനെ ഒരു പേടി ഉണ്ടാവും. സൈഡിൽ കൂടി പിടിച്ച് നടക്കാം, കുഴപ്പമില്ല. അടിപൊളിയാട്ടോ. മെൽവിൻ ഇതൊന്നൊരു വിഷയമല്ല. മെൽവിൻ വാ, ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ വന്നോ. അപ്പം മെൽവിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്ത് കൊടുത്തേക്കാം. വേൾഡ് ഫസ്റ്റ് ടവർ കർവ് സ്കൈ വാക്ക് കേട്ടോ നമ്മളിപ്പോൾ കയറിയ. അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ജുറാസിക്കിൻ്റെ അങ്ങനെയൊക്കെ പരിപാടികളുള്ള സ്ഥലമുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ ഫുഡ് കോർട്ടാണ് കാണുന്നത്. നമുക്ക് താഴെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്, അവിടെ നോക്കട്ടെ കേട്ടോ. എന്തായാലും ഒരു എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്ഥലം ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സ്ഥലം തന്നെയാണ് ഇത്. ഇവിടെ നോക്കിയാൽ കുറേ മെഴുകു പ്രതിമകൾ ഇതവിടെ കാണുന്നത്. ആരെയൊന്നും അറിയില്ല, പക്ഷേ ബ്രൂസിലിനെമാരിയുള്ള ഒരാൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി ജുറാസിക് റിസർച്ച് സെൻ്ററാണ് കാണാനുള്ളത്. ജുറാസിക് അങ്ങനെ റിസർച്ച് സെൻറ്ററിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണാം. പിന്നെ വിവിധ ദിനോസറുകളുടെ ശരീരഭാഗങ്ങൾ ഇവിടെ കാണാം. നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിലുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അത് നല്ല ഒരു പുതിയൊരു അനുഭവമായിരിക്കും. അതൊക്കെ ഒരുപാട് ഏരിയയിലായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം കേട്ടോ. ആനിമെട്രോണിക്സ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതേമാതിരി ചലിക്കുന്ന ജുറാസിക്കും ശബ്ദം ഉണ്ടാക്കുന്ന ജുറാസിക്കും ഒക്കെ ഇവിടെ കിട്ടും. അത് പെട്ടെന്ന് ആയിട്ട് കാണുമ്പോൾ അത് ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുങ്ങനെ പേടി തോന്നാനൊക്കെ സാധ്യത ഉണ്ട്. ഏകദേശം ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഇത് വിശദമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു ഫുൾ സൈസ് ദിനോസറുകളുടെ ഒരു 200-ൽ പരം മോഡലുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സ്കെൽട്ടൺ, ഇതൊരു ദിനോസറിൻ്റെ സ്കെൽട്ടനാണ്.
ജുറാസിക്കിനെ പറ്റി ഇവിടെ ഒരാൾ ക്ലാസ് എടുക്കുന്നുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇതാണ് ജുറാസിക്കിൻ്റെ ഒരു എഗ്ഗാണ് കേട്ടോ. ഇത് വിരിഞ്ഞാണ് ജുറാസിക് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ അല്ല. അപ്പോൾ ഞാനത് ഒറിജിനലാണോ ചോദിച്ചപ്പോൾ പുള്ളി ഒരു ചിരിച്ചു. അപ്പോൾ ഒറിജിനലൊന്നും ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. നല്ലൊരു ജുറാസിക് അല്ലേ, ഒറിജിനൽ തോന്നിക്കുന്നു. ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് കുട്ടികളൊക്കെ പേടിച്ച് പോകുമെന്ന് പറയാൻ കാരണം കേട്ടോ. പിന്നെ ഇതൊരു ഡാർക്ക് സ്ഥലത്തൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ മോണിറ്ററിൽ കൂടി ഈ ജീവികളെയൊക്കെ കാണാം. ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണിത്. മൊത്തം ഡാർക്കാണ്. അങ്ങനെ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഇവിടെയാണ് ജുറാസിക്കുകൾ വിഹരിക്കുന്ന സ്ഥലം. നല്ല ഗാർഡൻ്റെ അകത്തൂടി വിവിധ തരം ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നതും മാടി വിളിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി മോഡൽ ജുറാസിക്കിനെ നമുക്കിവിടെ കാണാം. ഇതൊക്കെ അതിൻ്റെ യഥാർത്ഥ സൈസുകൾ തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ല, ഇത് വേറൊരു ടൈപ്പ് സാധനം. പിന്നെ എണീറ്റ് നിന്ന് നടക്കുന്ന മാതിരിയുള്ള സാധനങ്ങളെ കാണാം. അങ്ങനെ ജുറാസിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടു. അവിടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പലതരം റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭീതിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇപ്പുറം കാണാം. ഒരു ശ്മശാനം മാതിരിയുള്ളൊരു സാധനം ശവക്കല്ലറയൊക്കെ ആയിട്ട് കാണാം. ഇത് ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇത് ടോപ്പ് ഫാമിലി ആയിട്ടൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലം. ഷോപ്പിംഗ് സെൻറ്ററുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധ തരം ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് അക്വേറിയം കാണാനുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെവൽ 4 അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് 4th ഫ്ലോറിലേക്ക് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ ആ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. നല്ല ഇവിടെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒക്കെ വളരെ മനോഹരമായ സ്ഥലം. അക്വേറിയത്തിന് നമ്മളെ കൈയൊക്കെ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് കെട്ട് ബാൻഡില്ലേ, അത് അയച്ച് കളയരുത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കയറണമെങ്കിൽ ആ ബാൻഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറുക. നമ്മളുടെ ഇപ്പോൾ 5 ഉള്ള ഒരു ഐറ്റം നമ്മളെടുത്ത് 5 കണ്ട് തീരുന്നവരെ ആ ബാൻഡ് നമ്മളുടെ കയ്യിൽ വേണം. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫ്ലാഷ് ഇടരുത് എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ മീനുകളുണ്ട് കേട്ടോ. വലിയ മീൻ വരുമ്പോൾ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ മെൽവിൻ്റെ മാതിരിയുള്ളൊരു മീനിനെയും കൂടി കാണുന്നുണ്ട്. മത്സ്യങ്ങളുടെ അക്വേറിയത്തോടൊപ്പം ഇതേമാതിരി നമുക്ക് നീന്തി തുടിക്കുന്ന ആമകളെയും കാണാം കേട്ടോ. വിവിധ തരം ആമകളുള്ള ഒരു അക്വേറിയം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ മൊത്തം നമ്മൾ ഈ അക്വേറിയം കണ്ടു തീർക്കണമെങ്കിൽ ഒരുപാട് 4-5 എപ്പിസോഡ് വേണ്ടി വരും. ഇത് കണ്ടില്ലേ, നമ്മളൊരു ഫോർട്ടിലൊക്കെ പോയ മാതിരിയുള്ള ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഉള്ളിലോ അങ്ങനെ എന്തെങ്കിലും പോയ മാതിരിയാണ്. വേരൊക്കെ വളർന്നിറങ്ങി അതിൻ്റെ അകത്ത് ഇത് അവിടെയൊക്കെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അടിപൊളി അക്വേറിയം കേട്ടോ. അപ്പോൾ ഈ അക്വേറിയം കാണൽ തന്നെ നമുക്ക് ഒരുപാട് നീണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അക്വേറിയത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് അവിടെ വേറൊരു വളരെ അട്രാക്റ്റീവായൊരു സ്ഥലം കേട്ടോ. LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചൊരു സ്ഥലം, ഒരു അക്വേറിയം തന്നെയാണ്. ഒരു പലതരം വലിയ ഐസ് മീനുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, നല്ല സർപ്പത്തിൻ്റെ മാതിരിയുള്ള അടിപൊളി ഒരു നീളമുള്ളൊരു മീൻ കേട്ടോ. നമ്മളിവിടെയൊന്നും അക്വേറിയത്തിൽ ഇത്തരം മീനുകളെയൊന്നും നമ്മൾ കണ്ടില്ല. നമ്മളൊരു വാളാന്നൊക്കെ പറയുന്ന ഐസുള്ളൊരു മീനാണ്. പക്ഷെ അതിൻ്റെ മുകളിലുള്ള ഡിസൈൻ കണ്ടില്ലേ, അടിപൊളി. ഷാർക്കിനെ കണ്ടോ? നല്ലൊരു സ്ഥലത്തൂടി കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്തൊരു ഷാർക്ക് ഉണ്ട്.
ഒറിജിനലായിട്ടുള്ള ഏതൊരു ഗുഹയിൽ കൂടി പോകുന്ന മാതിരിയൊക്കെ ഉള്ളൊരു പ്രതീതി തോന്നിക്കുന്ന ഒരു നിർമ്മാണം. എന്താ പെട്ടെന്ന് ഇതിനകത്ത് ഒന്നും ഇല്ലാന്ന് തോന്നിപ്പോയിട്ടോ. പക്ഷെ ഇതാ ഒരു ഗംഭീര ഒരു സാധനം അടിയിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ലിയോപാർഡ് മോറൽ ഈൽ. ഈലാണ് ഈൽ. അപ്പം ഇത് കണ്ട് മതിയായിട്ടോ. ഇത് ശരിക്ക് ഫിഷായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അക്വേറിയായിട്ട് ബന്ധമുള്ള മീൻ വളർത്തുന്നവർക്കൊക്കെ നല്ല രസമുള്ളതായിരിക്കും. ഈ ടോപ്പിൻ്റെ അടിയിലുള്ള ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള ഷോപ്പിംഗ് മാളാണ്. അടിയിൽ മീൻസ് 3ാം ഫ്ലോറിൽ ഉള്ള ഷോപ്പിങ്ങിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് വലിയൊരു ഏരിയയിൽ തന്നെ വിവിധ സാധനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്ത് വേണേൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പം എൻ്റെ നേരെ മുന്നിലുള്ളത് ഷൂ, ടീഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ജോർജ് ടൗൺ ഒന്ന് കറങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. നമ്മൾ ഇതെടുത്തേ നമ്മളിപ്പോൾ ടോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മാളുണ്ട് താഴെ. ആ മാളിൽ വന്ന കേട്ടോ. ഒരു അടിപൊളി മാളാണ്. പക്ഷേ കുറച്ച് ലക്ഷറിയാണ്. നമുക്ക് സാധാ ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം കിട്ടാനില്ല. അടിപൊളി ഒരു മാള്. ഒരു 6 നിലയിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന മാളാണ്.